പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. സാധാരണ പല മലയാള മാസങ്ങളും മേടം, ഇടവം, കർക്കിടകം, ചിങ്ങമൊക്കെ 31, 32 തീയതി വരെ വരാറുണ്ട്. പക്ഷെ ധനുമാസം വളരെ ചുരുങ്ങിയ മലയാള ദിനങ്ങളേ ഉള്ളൂ. ധനു 28 വരെ മാത്രമേ ധനുമാസമുള്ളൂ. പിന്നെ മകരം 1 കഴിഞ്ഞു. മകരം 1 എന്ന് വെച്ചാൽ 2025 ജനുവരി 14 തീയതി മകരമാസമാകുന്നു. ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യം വരുന്ന മാസങ്ങൾ മകരമാസം മുതൽ മിഥുനൻ രാശി വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസമായി നാം കണക്കാക്കുന്നത്. അതോടുകൂടി സൂര്യൻ ബലവാനാവുകയാണ്. ആ ഉച്ചബലത്തിൻ്റെ പൂർണ്ണതയാകുന്നു മേടമാസം. മേടം 10-നാണ് സൂര്യൻ്റെ അത്യുച്ചം, നാം 10-ാം ഉദയം എന്നൊക്കെ പറയുന്നത്. അതിനാൽ ഇവിടെ ഈ വാരഫലം നാം കേവലം 6 ദിവസങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ധനുമാസം 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള, അതായത് 2025 ജനുവരി 8 മുതൽ ജനുവരി 13 വരെയുള്ള, ബുധനാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 6 ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അടുത്തതായി കർക്കിടകൻ രാശി. കർക്കിടകൻ രാശി എന്നാൽ പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ചൊവ്വ, 3-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, അഷ്ടമത്തിൽ ശുക്രൻ, ശനി, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ വ്യാഴം. രാശ്യധിപനായ കർക്കിടക രാശിയുടെ അധിപനായ ഗ്രഹം ചന്ദ്രൻ ഒരു പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നു. ചന്ദ്രൻ ഉച്ചത്തിലേക്ക് വരികയാണ്. ഇന്നുള്ളത് 10-ാം ഭാവത്തിലാണ്. അതൊരു യോഗകാരകനായി ഭാഗ്യാധിപനായ വ്യാഴത്തിന് സുലഭയോഗം ചെയ്ത് നിൽക്കുന്നു. ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ചന്ദ്രക്ഷേത്രത്തിൽ ചൊവ്വയും ചൊവ്വാക്ഷേത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു നല്ലൊരു പരിവർത്തന യോഗവുമുണ്ട്. പക്ഷെ ഇവിടെ കാര്യമായും ശ്രദ്ധിക്കേണ്ടത്, ലഗ്നത്തിലെ ചൊവ്വ പലപ്പോഴും കുജകലഹകൃതാണ്. അനാവശ്യമായ വിവാദങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും തൻ്റെ അനാവശ്യമായി ഈഗോ, മത്സരബുദ്ധി കാരണം അതിലേക്ക് തള്ളപ്പെടുക, വലിച്ചിഴക്കപ്പെടുന്നൊരവസ്ഥ സംജാതമാകും. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അല്ലെങ്കിൽ സഹായികളെയും നഷ്ടപ്പെട്ട് അവർ ശത്രുക്കളാകും. കാരണം ഇവിടെ സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന, തൻ്റെ സഹായികളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബുധൻ നിൽക്കുന്നത് വളരെ ദുർബലമായി 6-ാം ഭാവത്തിൽ ശത്രു സ്ഥാനത്താകുന്നു, ശത്രു ക്ഷേത്രത്തിലാകുന്നു. അതിനാൽ ഈ വാരം സഹോദര ഗുണം കുറയുക, സഹായികളുമായിട്ടുള്ള ബന്ധപ്പെട്ട തർക്കങ്ങൾ വരിക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പൂർവികമായ സ്വത്ത് സംബന്ധിച്ച വിവാദങ്ങളും ഈ വാരത്തുണ്ടാകാം. കാരണം 4-ാം ഭാവം ഭൂമി, ഭേഷ്മഗൃഹം, ഇതുമായി ബന്ധപ്പെടുന്ന ശുക്രൻ ദുർബലമായാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. ശാരീരികമായി ശ്രദ്ധിക്കണം. ഷുഗറുമായി ബന്ധപ്പെടുന്ന ഡയബറ്റിക്സ് പേഷ്യൻസ്, അതേ രീതിയിൽ BP പേഷ്യൻസിന് ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വാരമാകുന്നു. സ്ത്രീകൾ കാരണം അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ശുക്രേ അനിഷ്ടസ്ഥിതേ സ്ത്രീജനകത വസനാപായ ലക്ഷ്മി വിയോഗ. സ്ത്രീകൾ കാരണം അനിഷ്ടങ്ങൾ ഉണ്ടാവുക, സമ്പത്ത് നഷ്ടപ്പെടുക, സ്വർണം നഷ്ടപ്പെടുക, ബാങ്കിൽ വെച്ച് ആഭരണങ്ങൾക്ക് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. സന്താന ശ്രേയസ് കാര്യമായി കാണപ്പെടുന്ന വാരമാണ്. കാരണം സന്താന സ്ഥാനത്തേക്ക് ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നാൽ പുത്രകളത്രഭേ ശുഭോതി പ്രാപ്തേതവ ആലോകിതേ. ലഗ്നാൽ ഭാഗ്യാധിപനായ ഗ്രഹം 5-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ നോക്കിയാൽ സന്താന സൗഭാഗ്യമുണ്ടാകാം, ഭാര്യാസുഖം ലഭിക്കുമെന്നൊരു ഫലമുണ്ട്. അങ്ങനെ ആ ഒരു ഭാവത്തിന് പ്രായണ, പ്രത്യേകിച്ച് സന്താന ഭാവത്തിന് പ്രായണ ബലമുള്ള സമയമാകുന്നു. മക്കൾക്ക് വിദേശത്തേക്ക് സഞ്ചരിക്കുവാൻ യോഗമുണ്ട്. അതിനാൽ ഹയർ സ്റ്റഡീസിന് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദേശയാത്ര പഠനം നല്ലതാണ്. അവർക്ക് വേണ്ടുന്ന ബാങ്കിങ് ലോണുകൾ, ഇവിടെ ധനാധിപൻ, ഫിനാൻസ് പ്ലാനറ്റ്, വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ്, അത് വളരെ ശക്തമായി ധനരാശിയിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ സാമ്പത്തിക സ്രോതസ്സ് തുറക്കപ്പെടുന്ന അവസരം ധാരാളം സംജാതമാകുന്നുണ്ട്. മക്കൾക്ക് അനുകൂലമാണ്. ബാക്കി തൻ്റെ കർമ്മമേഖല ശ്രദ്ധിച്ചിട്ട് മാത്രം ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ജോലിയിൽ പ്രതിസന്ധികൾ വരാം, വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാം. അതിനാൽ വളരെ ചൂസീവായിട്ട് ജോലി വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
10ൽ നിൽക്കുന്ന ചന്ദ്രൻ ബന്ധുക്കളുടെ സുഖം ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും പുത്തൻ സൗഹൃദങ്ങളായിരിക്കും ഉണ്ടാവുക. പഴയ സൗഹൃദങ്ങളൊക്കെ മാറിപ്പോയി അകന്നു പോകുമ്പോൾ പലരും പുത്തനായ ചില സുഹൃത്തുക്കളൊക്കെ തൻ്റെ ലൈഫിലേക്ക് വരിക. കർമ്മമേഖലയിൽ തനിക്ക് എന്തെങ്കിലും അവകാശം രാജാവ് അധികാരികൾ തരും, അങ്ങനത്തെ ഒരു ഫലമുണ്ട് 10ൽ ചന്ദ്രൻ വരുമ്പോൾ. കർമ്മമേഖലയിൽ ഒരു പുതിയ ധനസ്രോതസ് അനുഭവിക്കേണ്ടുന്ന അവസരമാണ് ഈ ഒരു 6 ദിവസങ്ങൾ. ഇവിടെയും വളരെ ദുർബലമായി നിൽക്കുന്ന ഗ്രഹം ശുക്രൻ അഷ്ടമത്തിലാകുന്നു. അതിനാൽ വെള്ളിയാഴ്ച ദേവീക്ഷേത്ര സന്ദർശനം, ശാരീരികമായ ദോഷമുണ്ടെങ്കിൽ നിർബന്ധമായും ദേഹമുട്ടി ചെയ്യണം. രക്തപുഷ്പാഞ്ജലി കടുംപായസം ദേവിക്ക് ചെയ്യുക. ശത്രുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യാർച്ചനയും വഴിപാടായി നടത്തുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണകരമാകും കർക്കിടകം രാശിക്കാർക്ക്. എല്ലാ കർക്കിടക രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി. ചിങ്ങൻ രാശി സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയാകുന്നു. സൂര്യന് 45 ഡിഗ്രി ബലം ചിങ്ങം 20 വരെയുണ്ട്. സൂര്യൻ ബലവാനാണെന്ന് പറഞ്ഞു. അതേ സൂര്യൻ തന്നെ നാം ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രപ്രകാരം ശിവനെയാണ്. അർക്ക ശംഭുരുദാഹൃത. സൂര്യൻ വരുമ്പോൾ സൂര്യൻ റെപ്രസെൻറ്റ്സ് ദ പവർഫുൾ ഡീറ്റി ശിവ. അതുകൊണ്ടാണ് ശിവന് പ്രാമുഖ്യമുള്ള മന്ത്രങ്ങളൊക്കെ ചിങ്ങൻ രാശിക്കാരുടെ പ്രാർത്ഥനാ വേളകളിൽ നാം ചെയ്യുന്നത്. സാധാരണ നാം ചെയ്യാറുള്ള അതിശക്തമായൊരു പ്രാർത്ഥനയാകുന്നു, മന്ത്രമാകുന്നു ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവമെന്ന ആ മഹത്തായ മന്ത്രം. ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല മന്ത്രമാകുന്നു ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത്. അതേ രീതിയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും വളരെയധികം അനുകൂലമായ ഫലം പ്രദാനം ചെയ്യും ചിങ്ങം രാശിക്കാർക്ക്. ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് 2ാം ഭാവത്തിൽ കേതു, 5ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 7ാം ഭാവത്തിൽ ശുക്രൻ ശനി, അഷ്ടമത്തിൽ രാഹു, 9ാം ഭാവത്തിൽ ചന്ദ്രൻ, 10ാം ഭാവത്തിൽ വ്യാഴം, 12ാം ഭാവത്തിൽ ചൊവ്വ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. 9ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. വെളുത്ത പക്ഷത്തിലെ ബലവാനായ ചന്ദ്രനാണ്. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ് ധർമ്മസ്ഥിതി ശീതകോ. സൗഭാഗ്യ, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുക, സന്താന ശ്രേയസ് ഉണ്ടാവുക, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക, നല്ല ബന്ധുക്കളുണ്ടാകുക, നല്ല ഫലമാണ്. ആ വ്യാഴത്തിനെ വളരെയധികം തൻ്റെ സുനവായ യോഗത്തിലൂടെ ദ്യോതിപ്പിക്കുന്നുണ്ട്, പ്രകാശിപ്പിക്കുന്നുണ്ട് ചന്ദ്രൻ. ഇവിടെ ആകെ ദുർബലമായി നിൽക്കുന്ന ഗ്രഹം കുടുംബസ്വസ്ഥത തകർക്കുന്ന 4ാം ഭാവം, വീട്, മാതാവ്, അമ്മാമന്മാർ, ഭൂമി, ജലാശയം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ ദുർബലമായി ബാധാധിപനായി 12ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു ദോഷം മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ ഒരു 6 ദിവസത്തെ ദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും നല്ല മന്ത്രങ്ങളൊക്കെ ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക, രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കുക. അപ്രകാരം തന്നെ അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വളരെയധികം പ്രാർത്ഥനകൾ ചെയ്യുക. പ്രായമുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം വഴിപാടായി സമർപ്പിക്കുക. ഭൂമിപരമായ വിവാദങ്ങളിലേക്ക് ചാടാതിരിക്കുക. ഈ ഒരു വാരം വളരെ ഗുണമാണ്. 5ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുമ്പോൾ ഉപദേശികൾക്ക് ഏറ്റവും നല്ല സമയമാണ്. കൺസൾട്ടൻസിൻ്റെ വാരമാകുന്നു ഇത്. വയസ്യാദിമേ പുത്രഗർഭോനിർദ്ദിഷ്ടയിൽ ഭവൈത്തസ്യ മേധ അർത്ഥസമ്പാദയത്രി. തനിക്ക് ധനം സമ്പാദിക്കാനുള്ള ബുദ്ധി ധാരാളം കൈവരും. അതിനാൽ ധാരാളം ധനം സമ്പാദിക്കുക, ഉപദേശിച്ചു കൊടുത്ത് അവർക്ക് ഉപദേശിക്കുക, തനിക്കും ധനം കൂട്ടിവെക്കാം. അങ്ങനെയുള്ളൊരു സമയമാണ്. 5ൽ സൂര്യൻ നിൽക്കുമ്പോഴും അതേ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ. മാന്ത്രിക വിദ്യ കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. രഥോ വഞ്ചനയെ സഞ്ചയവി പ്രമാദി. മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് തനിക്ക് കാശ് കിട്ടുമെന്നാണ്. ആ ഒരു മേഖല മിക്കവാറും ഈ GST തയ്യാറാക്കുന്നവർക്കാണ്, ടാക്സ് പ്രാക്ടീഷണർക്കാണ്, വക്കീലന്മാർക്കാണ്. കേസിൽ ജയിച്ച് തൻ്റെ കാശ്, തൻ്റെ ഓഹരി വാങ്ങുക. ഭൂമി വിവാദങ്ങളിലുള്ളവർക്കൊക്കെ വക്കീലന്മാർക്ക് ധാരാളം കാശ് കുന്നുകൂടി ഉണ്ടാക്കുവാൻ പറ്റുന്ന ദിവസങ്ങളാകുന്നു. ആദ്യ സന്താനത്തിന് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ അബോർഷൻ ആവുക, ഗർഭം അലസിപ്പോവുക, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തന്നെ മൂത്ത സന്താനത്തിനെ പറ്റി ഉണ്ടാകുന്ന ശാരീരികമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കുക. സ്വതവേ ചിങ്ങം രാശിക്കാർ 5ാം ഭാവം സന്താന സ്ഥാനത്ത് സൂര്യനും ബുധനും നിൽക്കുകയാൽ മക്കളുടെ പേരിൽ 12 വയസ്സിന് താഴെയുണ്ടെങ്കിൽ കർഗഹോമവും 12 വയസ്സിന് മുകളിലുള്ള
രോഗികളായ കുട്ടികൾക്ക് പെട്ടെന്ന് രോഗം വരികയാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യുന്നതൊക്കെ വളരെ ഗുണമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് സ്വതവേ ഇക്കാലത്ത് വളരെയധികം നല്ലതാണ്. നാം ശാരീരികമായിട്ട് ഡിസ്ക് സംബന്ധിച്ച പാദങ്ങൾക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ നോക്കണം. അതേ രീതിയിൽ ഫുഡ് പോയ്സൻ്റെ ബുദ്ധിമുട്ട് വരും. അസമയത്തുള്ള ഭക്ഷണം നമുക്ക് അജീർണമായി ഫുഡ് പോയ്സനെ ഉണ്ടാക്കുന്ന ഒരു സമയവും കൂടിയാണ്. കർമ്മമേഖല വളരെ ഗുണകരമായി കാണുന്നുണ്ട്. കർമാധിപനായ ശുക്രൻ വളരെ ബലവാനായി 7ാം ഭാവത്തിൽ ശനിയോടുകൂടെ നിൽക്കുന്നു. നല്ല ഡിസൈനർമാർക്ക്, സ്ത്രീകളെ ആകർഷിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക്, എഴുത്തുകാർക്ക്, വരക്കുന്നവർക്ക്, അല്ലെങ്കിൽ ലേഖകർക്ക്, പ്രഭാഷകർക്കൊക്കെ ആളുകളെ ആകർഷിച്ച് കയ്യടി നേടാം. നല്ല ഗായകർക്കും ഈ ഒരു വാരം, അല്ലെങ്കിൽ എഴുത്തുകാർക്ക്, രചനാ വൈഭവമുള്ളവർക്കും, അല്ലെങ്കിൽ നല്ല സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവർക്കൊക്കെ ഈ ഒരു വാരത്ത് ധാരാളം പരിപാടികൾ ലഭിക്കുക, പേര് ലഭിക്കുക, ഗിന്നസിലേക്കൊക്കെ പ്രവേശിക്കുവാനുള്ള നല്ലൊരു അവസരം സംജാതമാകുന്ന വാരമാകുന്നു ഈ 6 ദിനങ്ങൾ. 7ൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല ഭാര്യയെ കിട്ടുക, നല്ല സ്ത്രീ സുഹൃത്തിനെ കിട്ടും. പക്ഷേ പ്രിയ കലഹ, തൻ്റെ പ്രിയമായിട്ട് കലഹിക്കുമെന്നൊരു ഫലമുണ്ട്. അതിനാൽ ഭാര്യമാർ വളരെയധികം ശ്രദ്ധിക്കണം. കലഹിച്ച് ആ സ്ഥാനത്ത് പെട്ടെന്ന് അന്യ സ്ത്രീകൾ വന്ന് കയറി തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങൾ വരുന്ന വാരമാകുന്നു. ആ വിഷയം വളരെ ജാഗ്രതയോടു കൂടി ശ്രദ്ധിക്കണം. ഇവിടെയും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംബായസവും ചെയ്യണം, ദേഹമൊട്ടി ചെയ്യണം. അതേ രീതിയിൽ ആരോഗ്യ വിഷയത്തിലേക്ക് ദോഷപരിഹാരമായി നാഗക്ഷേത്രത്തിൽ സർപ്പബലി ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, ചിങ്ങം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നി രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കന്നി രാശിക്കാർക്ക് രാശിയിൽ കേതു, 4ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 6ാം ഭാവത്തിൽ ശുക്രൻ ശനി, 7ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9ാം ഭാവത്തിൽ വ്യാഴം, 11ാം ഭാവത്തിൽ ചൊവ്വ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതികൾ. ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം 6ാം ഭാവത്തിൽ മറിഞ്ഞു നിൽക്കുന്നു. പൂർവികമായ സ്വത്ത് വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുടുംബത്തിൽ ശത്രുക്കൾ ഉണ്ടാകും. അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളുമായി ഭൂമി വിഷയത്തിലോ ധനപരമായ വിഷയത്തിലോ വളരെയധികം തർക്കങ്ങൾ വന്ന് അത് വലിയ രീതിയിൽ വലിയ പ്രയാസങ്ങളിലേക്ക് പോകാൻ ഇടയുള്ള വാരമാകുന്നു. വളരെയധികം ശ്രദ്ധിക്കണം. ധനാധിപൻ 6ലാണ്. നമുക്ക് ബാങ്കിൽ വെച്ച ധനം, സ്വർണം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വീട്ടിൽ കള്ളൻ വന്ന് നമ്മുടെ സ്വർണം നഷ്ടപ്പെടുക, വിലപ്പെട്ട ദ്രവ്യങ്ങൾ അപഹരിച്ച് കൊണ്ടുപോകുന്ന വാരമാകുന്നു. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധയോടുകൂടി വീട് സംരക്ഷിക്കാൻ ശ്രമിക്കണം കന്നി രാശിക്കാർ. പലപ്പോഴും ബന്ധുക്കളുമായി കലഹങ്ങൾ ഉണ്ടാകും. തുരിയെ ദിരേശാതി ശോഭാധികാര ജനസംപ്രീയ വിഗ്രഹം ബന്ധുതോപി. ബന്ധുക്കളുമായി തർക്കിച്ച് കലഹമുണ്ടാക്കപ്പെടുന്ന ഒരവസ്ഥ വരും. തന്നെ ശോഭ കാരണം കർമ്മമേഖലയിൽ പെട്ടെന്ന് പ്രമോഷൻ കിട്ടും, നല്ലൊരു ഉയർന്ന സാധ്യതകൾ. അതിൻ്റെ പേരിൽ അന്യദേശത്ത് യാത്ര ചെയ്യുക, തൽക്കാലം ഭാര്യയുമായി പിരിഞ്ഞിരിക്കുക. വളരെയധികം കന്നിരാശിക്കാർ ശ്രദ്ധിക്കണം. മൈഗ്രെയിൻ അസുഖം വരുമ്പോൾ അത് വളരെയധികം ബാധിക്കും. അപജന്യമായ ബുദ്ധിമുട്ടുകൾ, ജലത്തിലൂടെ വരുന്ന വൈറൽ സംബന്ധിച്ച രോഗങ്ങൾ ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ചന്ദ്രനാണ്. വീട് മെഡിക്കൽ ഷാപ്പാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഭാവിദ്യതയെ ഭക്ഷ്യജീതസ്യ ഗേഹേ പജൽ കർഹിജിത് ക്വാധം ഉദ്ഗോതകാനി മഹാവ്യാധയോ ഭീതയോ വാരിഭൂത. ജലത്തിൽ നിന്നും വരുന്ന രോഗങ്ങൾ, മഞ്ഞപ്പിത്തമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി. അതേ രീതിയിൽ വെള്ളത്തിൽ വീഴുക, അപസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള രോഗികൾ, ഫിറ്റ്സ് വരുന്ന വാരമാകുന്നു. കർമ്മമേഖല ശാന്തമാണ്. ജോലിയിൽ തനിക്ക് പുതിയ അധികാരം ലഭിക്കാം. 9ലുള്ള വ്യാഴം പ്രാർത്ഥന കൊണ്ട് ദോഷങ്ങളൊക്കെ മാറ്റാം. ശാരീരികമായി യൂറോളജിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ദോഷപരിഹാരമായി ശത്രുസംഹാര ഗുരുതി ചെയ്യണം, ശത്രുദോഷം മാറാൻ. കനകധാര സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തികമായ ഉന്നമനത്തിന് കനകധാര സ്തോത്രം ജപിക്കുക. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച അന്നദാനത്തിന് വഴിപാട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളുടെ പേരിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ അന്നദാനത്തിന് ബുക്ക് ചെയ്ത് അവിടെ പാവങ്ങൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക, കുനിഞ്ഞിരുന്ന് വിളമ്പുക. ഇതൊക്കെ ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ വളരെ പര്യാപ്തമാണ്. ശത്രുമുട്ട് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ. എല്ലാ പ്രിയപ്പെട്ട കന്നി രാശിക്കാർക്കും അതിശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.